ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈന്തപ്പഴം അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബിരിയാണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ അച്ചാറാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരണം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 വറ്റൽമുളകൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് കുറച്ച് സമയം നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 വലിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് കുറച്ച് സമയം നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളി കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിലേക്ക് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഇതുപോലെ നല്ല കളറുണ്ടാവും. അതുപോലെ ഒരുപാട് അങ്ങ് എരിവുമായി പോകത്തില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ വെള്ളവും വിനാഗിരിയും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുരു കളഞ്ഞെടുത്ത ഈന്തപ്പഴമാണ്. എന്നിട്ട് അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിനെ ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണുള്ളത്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഈന്തപ്പഴം വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴത്തിന് മധുരം ഉണ്ടെങ്കിലും നമ്മൾ ഈ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ബിരിയാണിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.